എല്ലാവർക്കും നമസ്കാരം. PSC പരീക്ഷകളിലെ സ്ഥിര സാന്നിധ്യമായ ഒരു ചെറിയ ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ടോപ്പിക്ക് കാണുന്ന സമയത്ത് ആദ്യമായിട്ട് നമുക്കത് എന്താണ്, എങ്ങനെ പഠിക്കും എന്നൊക്കെ ഒരു ചെറിയൊരു ഡൗട്ട് തോന്നിയേക്കാം. പക്ഷേ നമ്മളിത് നല്ലൊരു കോഡ് വെച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്തിട്ടാണ് ഇന്ന് അവിടെ സെറ്റാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. എൻ്റെ പേര് ലസ്ന. ഭക്ഷ്യപദാർത്ഥങ്ങൾ ആകർഷകമാക്കാൻ സാധാരണ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ ഒരുപാട് ഭക്ഷ്യപദാർത്ഥങ്ങൾ, കളർഫുൾ ആയിട്ടുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ, രുചിയേറിയ ഭക്ഷ്യപദാർത്ഥങ്ങളൊക്കെ കഴിക്കാറുണ്ട് അല്ലേ? അപ്പോൾ അതിൽ ആ നിറം നൽകാൻ ഏത് രാസവസ്തുവാണ് ഉപയോഗിക്കുന്നത് നമുക്ക് ആർക്കും അറിയില്ല. നമുക്ക് നോക്കിയാലോ. ആദ്യമായിട്ട് ടാർട്രസിൻ, സൺസെറ്റ് യെല്ലോ എന്നിവ മഞ്ഞ നിറം നൽകാനാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ലഡുവിനൊക്കെ നല്ല മഞ്ഞ നിറം. ഓക്കെ, അപ്പോൾ ടാർട്രസിനും സൺസെറ്റ് യെല്ലോയും മഞ്ഞ നിറം നൽകാനാണ് ഭക്ഷ്യപദാർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഓർത്തു വെക്കാൻ ഒരു ചെറിയൊരു കോഡ്. റോഡിലെ ടാറിൽ സൺസെറ്റ് സമയത്തെ സൂര്യപ്രകാശം വന്ന് പതിച്ചപ്പോൾ അതിന് മഞ്ഞ നിറമായിരുന്നു. ടാറിൽ സൺസെറ്റ് സമയത്തെ സൂര്യപ്രകാശം വന്ന് പതിച്ചപ്പോൾ അതിന് നല്ല യെല്ലോ കളറായിരുന്നു. ടാർട്രസിൻ, സൺസെറ്റ് യെല്ലോ, എന്താണ്? യെല്ലോ കളർ, മഞ്ഞ നിറം. ഓക്കെ, അതാണ് നമ്മുടെ ഒന്നാമത്തെ രാസവസ്തു എന്ന് പറയുന്നത്, ടാർട്രസിൻ, സൺസെറ്റ് യെല്ലോ. അടുത്തത് 3 എണ്ണമുണ്ട് ചുവപ്പ് നിറം നൽകുന്ന 3 രാസവസ്തുക്കൾ. പ്രോൺസിഫോറാർ, കാർമോയ്സിൻ, എറിത്രോസിൻ. ഓക്കെ, പ്രോൺസിഫോറാർ, എറിത്രോസിൻ, കാർമോയ്സിൻ, ഇതാണ് ചുവപ്പ് നിറം നൽകുന്ന രാസവസ്തുക്കൾ. ഇതിന് നമുക്ക് പഠിക്കാൻ ഒരു ചെറിയൊരു ഐഡിയ, ഒരു കോഡ് എന്താണെന്ന് വെച്ചാൽ, പ്രോൺസി, ഒരു പെണ്ണിൻ്റെ പേരാണ് പ്രോൺസി. പ്രോൺസിയുടെ 4 മക്കൾ, പ്രോൺസിഫോറാർ, ആ 4 മക്കൾ ചുവപ്പ് കാറിലെറിഞ്ഞു. പ്രോൺസിഫോറാർ ചുവന്ന കാറ്, ചുവപ്പ് നിറമാണ് നൽകുന്നത്. കാർമോയ്സിൻ, എറിത്രോസിൻ. ഓക്കെ, പ്രോൺസിയുടെ 4 മക്കൾ ചുവന്ന കാറിൽ എറിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ കോഡ് വെച്ച് പഠിക്കുന്ന സമയത്ത് ആദ്യം നമ്മളെ രാസവസ്തുക്കൾ എന്താണ് ആദ്യം നമ്മളൊന്ന് സെറ്റ് ആക്കണം, എന്നിട്ടാണ് നമ്മളിത് കോഡ് വെച്ച് കണക്ട് ചെയ്യാം. ഓക്കെ, അടുത്തതായിട്ട് ഇൻഡിഗോ കാർമൈൻ, ബ്രില്യൻ ബ്ലൂ. അത് നമുക്ക് കോഡ് വെച്ചിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. ഏതായിരിക്കും? ബ്ലൂ, നീല നിറം നൽകാനാണ്, ഭക്ഷ്യവസ്തുക്കൾക്ക് നീല നിറം നൽകാനാണ് ഇൻഡിഗോ കാർമൈനും ബ്രില്യൻ ബ്ലൂവും ഉപയോഗിക്കുന്നത്. അടുത്തത് ഫാസ്റ്റ് ഗ്രീൻ. അത് എന്തായിരിക്കും? അതെ, പച്ച നിറം നൽകാനാണ് ഫാസ്റ്റ് ഗ്രീൻ ഉപയോഗിക്കുന്നത്. അടുത്തത് വാനിലിൻ. വാനിലിൻ രുചി കൂട്ടാൻ, ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് രുചി കൂട്ടാനാണ്, അത് നിറമല്ല കേട്ടോ. വാനിലിൻ രുചി കൂട്ടാനാണ് ഉപയോഗിക്കുന്നത്. അടുത്തതായി ഫോസ്ഫോറിക് ആസിഡ്. ഇതാണ് ഒന്ന് നോട്ട് ചെയ്യേണ്ടത്. ഇത് കൃത്രിമ പാനീയങ്ങളിലാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞതെല്ലാം എന്തായിരുന്നു? ഭക്ഷ്യപദാർത്ഥങ്ങളിലായിരുന്നു. കൃത്രിമ പാനീയങ്ങളിൽ പുളിരുചി കിട്ടാനാണ് ഫോസ്ഫോറിക് ആസിഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഫോസ്ഫോറിക് ആസിഡ് കൃത്രിമ പാനീയങ്ങളിൽ പുളിരുചി കിട്ടാൻ. ഓക്കെ, മറക്കൂലല്ലോ. ആസിഡ് ആണല്ലേ, ആസിഡിന് എന്താ രുചി? പുളിരുചിയാണ്. അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. ഫോസ്ഫോറിക് ആസിഡ് കൃത്രിമ പാനീയങ്ങളിൽ പുളിരുചി കിട്ടാൻ. അടുത്തത് അലൈൽ ഹെക്സനോയേറ്റ്. അലൈൽ ഹെക്സനോയേറ്റ് എന്തിനാ ഉപയോഗിക്കുന്നത്? നല്ല പൈനാപ്പിൾ സുഗന്ധം. നമ്മൾ ഈ പൈനാപ്പിൾ ജ്യൂസ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങുന്നത് ചിലപ്പോൾ അത് പൈനാപ്പിൾ ഒന്നും ആയിരിക്കില്ല അല്ലേ? അതിൻ്റെ സുഗന്ധത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അതിൽ എന്ത് ചേർത്തിട്ടുണ്ടാവും? അലൈൽ ഹെക്സനോയേറ്റ് ചേർത്തിട്ടുണ്ടാവും. ഈ അലൈൽ ഹെക്സനോയേറ്റ് ഒരു കോഡെന്ന് പറയാൻ പറ്റില്ല, വേണമെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് വെക്കാം. അലൈൽ, ഒരു കുട്ടിയുടെ പേരാണ് അലൈൽ. ഹെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 6 അല്ലേ? മെത്, പ്രൊപ്പ്, ബ്യൂട്ടി, പെൻറ്റ്, ഹെക്സ് 6. അപ്പോൾ അലൈൽ ഹെക്സനോയേറ്റ് 6 രൂപയ്ക്ക് പൈനാപ്പിൾ അതിൻ്റെ സുഗന്ധം കൊണ്ട് വാങ്ങി. അങ്ങനെ വേണമെങ്കിൽ ഒന്ന് ഓർത്തു വെക്കാം. ഓക്കെ, അലൈൽ 6 രൂപയ്ക്ക് പൈനാപ്പിൾ അതിൻ്റെ സുഗന്ധം കൊണ്ട് വാങ്ങി. അപ്പോൾ ഈ 7 രാസവസ്തുക്കൾ സെറ്റായോ? നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം. ടാർട്രസിൻ, സൺസെറ്റ് യെല്ലോ, മഞ്ഞ നിറം നൽകാൻ. റോഡിലെ ടാറിൽ സൺസെറ്റ് സമയത്ത് സൂര്യപ്രകാശം വന്ന് പതിച്ചപ്പോൾ അതിന് മഞ്ഞ നിറമായിരുന്നു. പ്രോൺസിഫോറാർ, കാർമോയ്സിൻ, എറിത്രോസിൻ. പ്രോൺസിയുടെ 4 മക്കൾ ചുവന്ന കാറിൽ എറിഞ്ഞു. അടുത്തത് ഇൻഡിഗോ കാർമൈൻ, ബ്രില്യൻ ബ്ലൂ എന്തായിരുന്നു? നീല നിറം നൽകാൻ. ഫാസ്റ്റ് ഗ്രീൻ പച്ച നിറം നൽകാൻ.
വാനിലിൻ എന്തിനായിരുന്നു? രുചി കൂട്ടാൻ. നിറമല്ല, രുചി കൂട്ടാനാണ് വാനിലിൻ ഉപയോഗിക്കുന്നത്. അടുത്തത് ഫോസ്ഫോറിക് ആസിഡ് എന്തായിരുന്നു? പുളിരുചി കിട്ടാൻ. അത് മാത്രം കൃത്രിമ പാനീയങ്ങളിലാണ്, ബാക്കിയെല്ലാം ഭക്ഷ്യപദാർത്ഥങ്ങളിൽ. ഓക്കെ. അടുത്തത് അലൈൽ ഹെക്സനോയേറ്റ്, പൈനാപ്പിൾ സുഗന്ധത്തിന്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് തന്നെ ഇപ്പം തന്നെ ഇത് പഠിച്ചു വെക്കുക. ഈ ഒരു ടോപ്പിക്കിൽ 1 മാർക്ക് ആരും നഷ്ടപ്പെടുത്തരുത്. ഓക്കെ, താങ്ക് യു.